എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല, ക്രിമിനൽ അല്ല ആൻഡോ സാറേ. ഓക്കേ. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. വയലാർ എഴുതുമോ ഇതുപോലെ? ഇത് കേൾക്കുമ്പോ ചെലവന്മാര് ഞെട്ടും. A few moments later. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഇങ്ങനെ ഒരു വരവേൽപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തിനാടാ കൊന്നിട്ട്, എന്തിനാടാ കൊന്നിട്ട്? കളിയാക്കാൻ മാത്രം അറിയാവുന്ന പൂർ ഇന്ത്യൻ. ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ ജീവിക്കാനാണോ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഇനി ആ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. സാർ, അവമാനിക്കില്ല സാർ. ജനിച്ചു വീണു തന്നെ അച്ഛൻ മരിച്ചെന്ന ചീത്തപ്പേര് ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞു കേൾക്കാനോ? ഇതൊരുമാതിരി അതർ സൈഡ് പരിപാടി. ഇപ്പൊ എന്താ മറ്റടുത്ത പരിപാടി. ഇതിലും നല്ലത് ഉടളയ്ക്കാൻ വിഴുങ്ങി അങ്ങ് ചത്തൂടെ ചായ. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നുപോയി. കുഞ്ഞു കേൾക്കാനോ? ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത്. മാമ ശവത്തി കുത്താതെ മാമ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഏതായാലും അയാൾക്കിട്ട് രണ്ട് കൊടുത്തത് നന്നായി. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. കലക്കി ബെസ്റ്റ്. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളും ഒക്കെ പഠിച്ചവനാണ് ഞാൻ. ഓ